ഹലോ, ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഓരോ യൂണിറ്റും എന്താണ്, ഓൺട്രപ്രണർ ആരാണ്, എങ്ങനെയാണ് ഒരു ഓൺട്രപ്രണർഷിപ്പിന്റെ പ്രോസസ് അണ്ടർടേക്ക് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 1 ആൻഡ് ഓവർവ്യൂ ഓഫ് ഓൺട്രപ്രണർഷിപ്പ്. ആരാണ് ഓൺട്രപ്രണർ, ഓൺട്രപ്രണർഷിപ്പ് ആരാണ്, അവരുടെ റോൾ എന്താണ് ബിസിനസ്സിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇൻട്രൊഡക്ഷൻ, ഒബ്ജക്റ്റീവ്സ്, എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ യൂണിറ്റ് പഠിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അല്ലെ. ഓൺട്രപ്രണർഷിപ്പിന്റെ മീനിങ് അറിയാൻ വേണ്ടി, ആരാണ് ഓൺട്രപ്രണർ, ഓൺട്രപ്രണർഷിപ്പും ഓൺട്രപ്രണറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമ്മൾ ഈ ഒബ്ജക്റ്റീവിലൂടെ അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതാണ് ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്. ആരാണ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പഠിക്കുന്നുണ്ട്, ഓൺട്രപ്രണറും ഓൺട്രപ്രണർഷിപ്പും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ആൻഡ് അനാലിസിസ്, ഓൺട്രപ്രണർഷിപ്പിന്റെ കീ എലമെന്റ്സ്, ഇമ്പോർട്ടൻസ്, ഡിറ്റർമിനൻസ് അല്ലെ. എന്താണ് ഓൺട്രപ്രണർഷിപ്പ് നമ്മുടെ സൊസൈറ്റിക്ക് അല്ലെങ്കിൽ ബിസിനസ്സിൽ ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറായി മാറുന്നത്, അതിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ എലമെന്റ്സ്, ഏതൊക്കെ ഘടകങ്ങളിലാണ് നമുക്ക് ഓൺട്രപ്രണർഷിപ്പ് ആവശ്യം, അതിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഡിറ്റർമിനൻസ് അല്ലെങ്കിൽ അതിനെ ഇമ്പാക്ട് ചെയ്യുന്ന ഡിറ്റർമിനൻസ് എന്തൊക്കെയാണെന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന്റെ കോറിലേഷൻ തിയറീസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓരോ ഓൺട്രപ്രണർഷിപ്പിനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഓൺട്രപ്രണർ ആക്കുന്നതിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള തിയറീസ്, അവരെ ബാക്കപ്പ് ചെയ്യുന്ന തിയറീസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലെക്ചർ റോഡ് മാപ്പ്, എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഏതൊക്കെ പോർഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് നമുക്കിവിടെ നോക്കാം. നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷൻ എന്താന്ന് പറയുന്നുണ്ട്, മീനിങ് ആൻഡ് ഡെഫിനിഷൻ വരെ പറയുന്നുണ്ട്, എലമെന്റ്സ് നമ്മൾ പറയുന്നുണ്ട്, ഇമ്പോർട്ടൻസ്, ഡിറ്റർമിനൻസ്, തിയറീസ്, അങ്ങനെ സമപ്പിലോട്ട് പോകും. ആദ്യം ഇൻട്രൊഡക്ഷനിൽ തുടങ്ങും, പിന്നെ അതിന്റെ മീനിങ് എന്താന്ന് പറയുന്നുണ്ട്, പിന്നെ അതിന്റെ എലമെന്റ്സ് അല്ലെ, ഓരോ ഘടകങ്ങള്, പിന്നെ എന്തുകൊണ്ടാണ് ഓൺട്രപ്രണർഷിപ്പ് ഇമ്പോർട്ടന്റ് എന്ന് നമ്മൾ പറയുന്നുണ്ട്, പിന്നെ അതിന്റെ ഡിറ്റർമിനൻസ്, അതിന് ഇമ്പാക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന്, പിന്നെ ഓൺട്രപ്രണർഷിപ്പിനെ ഒരു കംപ്ലീറ്റ് ഓൺട്രപ്രണർ ആക്കുന്ന ബാക്കപ്പ് തിയറീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇൻട്രൊഡക്ഷനിലോട്ട് പോകാം. അതിന്റെ കോർ കൺസെപ്റ്റ്സ് എന്താ നമുക്ക് നോക്കാം അല്ലേ. ഓക്കെ, അതായത് എന്താണ് ഓൺട്രപ്രണർ, എന്താണ് ബിസിനസ്, എന്താണ് ഓൺട്രപ്രണർഷിപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു ഫാക്ടേഴ്സ് ആണ് അല്ലെ. ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ടേം ആണ് ബിസിനസ് അല്ലെ. ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുക, വിൽക്കുക, അതിൽ നിന്ന് പ്രോഫിറ്റ് ഏൺ ചെയ്യുക, ആ ഒരു പ്രോസസ്സിനെയാണ് ബിസിനസ് എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് ഇന്ന് ഇന്ത്യ ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. ഏറ്റവും കൂടുതൽ പ്രൊഡക്ട്സ് വിറ്റ് പോകുന്ന ഒരു കൺട്രിയാണ് ഇന്ത്യ അല്ലെ. അതില് കേരളം ഏറ്റവും വലിയൊരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് അല്ലെ. ഒത്തിരി പ്രൊഡക്ട്സ് നമുക്ക് അവൈലബിൾ ആണ്, നമ്മളത് വാങ്ങിക്കുന്നുണ്ട്, വിൽക്കാൻ നമ്മൾ ഒത്തിരി പ്രൊഡക്റ്റ് വെക്കുന്നുണ്ട് അല്ലെ. നമ്മൾ പ്രൊഡക്ട്സ് വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്ത് അതിൽ നിന്ന് നമുക്ക് ഏൺ ചെയ്ത് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇൻകം, അതാണ് നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത്. ഇനി ഓൺട്രപ്രണർ ആരാണ്? ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് തുടങ്ങാൻ റിസ്ക് എടുക്കുന്ന ആളെയാണ് ഓൺട്രപ്രണർ എന്ന് പറയുന്നത് അല്ലെ. എല്ലാ ബിസിനസിനും ഇനീഷ്യലി പ്രോഫിറ്റ് കിട്ടണം എന്നില്ല. ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 2-3 വർഷം കഴിഞ്ഞായിരിക്കും ആ ബിസിനസ്സിന് പ്രോഫിറ്റ് കിട്ടുന്നത്. അതുവരെ വെയിറ്റ് ചെയ്ത് റിസ്ക് എടുത്ത് ആ പ്രോഫിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് എല്ലാ തരത്തിലുള്ള എഫേർട്സും എടുക്കുന്ന ഒരാളെയാണ് നമ്മൾ ഓൺട്രപ്രണർ എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ആ ബിസിനസ് മാനേജ് ചെയ്ത് ആ ബിസിനസിന്റെ ഓപ്പർച്യൂണിറ്റീസ് അല്ലെ, അവസരങ്ങൾ എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് റിസ്ക് എടുത്ത് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഇന്നോവേറ്റ് ചെയ്ത് ആ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആളെയാണ് നമ്മൾ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്ത് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ബിസിനസ് അല്ലെ. ആ പ്രോഫിറ്റ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം, കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈ ആവണം ആ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചിട്ട്. അപ്പം വീണ്ടും വീണ്ടും വാങ്ങിക്കുള്ളൂ, വീണ്ടും വീണ്ടും കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാവത്തുള്ളൂ. പ്രൊഡക്ഷൻ നടന്നാൽ മാത്രം പോരാ, പ്രൊഡക്ഷൻ നടക്കണം, അത് വിൽക്കണം, കൺസ്യൂമേഴ്സ് അത് വാങ്ങിക്കണം, കൺസ്യൂമേഴ്സ് അതിൽ സാറ്റിസ്ഫൈഡ് ആവണം, എങ്കിൽ മാത്രമേ പ്രോഫിറ്റ് കിട്ടി ഒരു കൺസിസ്റ്റന്റ് ഗ്രോത്ത് എപ്പോഴും ഉണ്ടാവുന്നുള്ളൂ അല്ലെ. ഓൺട്രപ്രണർ ആരാണ്? ബിസിനസ് തുടങ്ങാൻ റിസ്ക് എടുത്ത് പ്രോഫിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് ഓൺട്രപ്രണർ. ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള
ബിസിനസ്സുകളുടെ സാധ്യതകൾ മനസ്സിലാക്കി അതിൽ കാശ് ഇൻവെസ്റ്റ് ചെയ്ത് റിസ്ക് എടുത്ത് പുതിയ ഇന്നോവേഷൻസും ഐഡിയാസും ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളാണ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക് ഡെവലപ്മെന്റ് നമുക്ക് നോക്കാം അല്ലെ. എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എക്കണോമിക് വെൽബീങ് അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, സാമ്പത്തിക അവസ്ഥ അല്ലെ, അതും ക്വാളിറ്റി ഓഫ് ലൈഫ്, ആൾക്കാരുടെ ലിവിങ് സ്റ്റാൻഡേർഡ് മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, അതാണ് എക്കണോമിക് ഡെവലപ്മെന്റിൽ വേണ്ട ഫാക്ടേഴ്സ്. അതിൻ്റെ അകത്ത് വരുന്ന ഓരോ ഫാക്ടേഴ്സ് ആണ് ക്യാപിറ്റൽ ഫോർമേഷൻ, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, റെഡ്യൂസ് എക്കണോമിക് കോൺസെൻട്രേഷൻ, ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെന്റ്. ഓരോന്നും എന്താന്ന് നോക്കാം നമുക്ക്. ക്യാപിറ്റൽ ഫോർമേഷൻ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അത്യാവശ്യമായിട്ട് നിൽക്കുന്ന ഒരു ഫാക്ടർ എന്ന് നമുക്ക് നോക്കാം അല്ലെ. ക്യാപിറ്റൽ ഫോർമേഷൻ എന്താണ് സൃഷ്ടിക്കുന്നത്? നമുക്ക് ഒരു പ്രൊഡക്റ്റീവ് അസറ്റ് വേണം സാധനങ്ങൾ ഉണ്ടാക്കാൻ അല്ലെ. അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെഷീനറി, ബിൽഡിങ്, ഒരു ഇൻഫ്രാസ്ട്രക്ചർ, ഇതെല്ലാം വേണം. എങ്കിൽ മാത്രമേ പ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ അല്ലെ. ഒരു ബിസിനസ് തുടങ്ങി അതിൻ്റെ അകത്ത് പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം? മെഷീനറി വേണം, ഇൻഫ്രാസ്ട്രക്ചർ വേണം, എക്യുപ്മെന്റ്സ് വേണം അതിൻ്റെ അകത്ത് അല്ലെ. അത് നിൽക്കാനായിട്ട് നല്ലൊരു ബിൽഡിംഗ് വേണം, പ്രോപ്പർട്ടീസ് വേണം അല്ലെ. അപ്പം ഈ ഒരു ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റുള്ളൂ. ബിസിനസ് തുടങ്ങിയാൽ ഇക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ. ഇനി വെറുതെ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി വേണം അല്ലെ. ഒരു ഓൺട്രപ്രണർ അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ആദ്യം ക്രിയേറ്റ് ആവുന്നത് എന്താണ്? എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി അല്ലെ. പുതിയ പുതിയ ജോലി സാധ്യതകൾ, അൺഎംപ്ലോയ്മെന്റ് കുറയുന്നു, ആൾക്കാർക്ക് ജോലി കിട്ടുന്നു. ജോലി കിട്ടുമ്പോൾ എന്ത് സംഭവിക്കും? ആൾക്കാരുടെ കയ്യിൽ ഇൻകം അല്ലെ, സാലറി ഉണ്ടാവുന്നു, അവർക്ക് ഇൻകം ഉണ്ടാവുന്നു, അവർ ആ ഇൻകമിൽ നിന്ന് ടാക്സ് അടയ്ക്കുന്നു. അപ്പൊ നമ്മുടെ എക്കണോമി വീണ്ടും ഡെവലപ്പ് ആവുന്നു. അപ്പൊ എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ആവുന്നുണ്ട് ഒരു ഓൺട്രപ്രണർ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലൂടെ. പിന്നെ റെഡ്യൂസ് എക്കണോമിക് കോൺസെൻട്രേഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൺട്രപ്രണർഷിപ്പ് എന്താണ് ഇവിടെ റെഡ്യൂസ് ആവുന്നത്? മോർ ഇൻഡിവിജ്വൽസിനെയും സ്മോൾ ബിസിനസ്സിനെയും എൻകറേജ് ചെയ്യുവാണ്. പുതിയ പുതിയ ബിസിനസ്സുകൾ, ചെറുകിട വ്യവസായങ്ങളും പുതിയ പുതിയ ബിസിനസ് തുടങ്ങുന്ന വഴി എന്താണ് ഒരു ബാലൻസ്ഡ് വെൽത്ത് റിസോഴ്സസ് ആണ് നമുക്ക് ഇവിടെ സംഭവിക്കുന്നത്. അതായത് ചെറിയ ചെറിയ സംരംഭകരും കാശ് ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് തുടങ്ങുന്നു. അപ്പൊ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുന്നു, പുതിയ പുതിയ സാധനങ്ങൾ കിട്ടുന്നു, നമ്മുടെ എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നു അല്ലെ. അപ്പം ഇതുവഴി എന്താണ് വലിയ ബിസിനസ്സുകാർ സമ്പാദിച്ചു അല്ലെങ്കിൽ അവർ എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മാത്രമല്ല, ചെറുകിട വ്യവസായങ്ങളും അല്ലെങ്കിൽ ചെറുകിട സ്ഥാപനങ്ങളും ഓൺട്രപ്രണർ എന്നൊരു കോൺസെപ്റ്റിലോട്ട് വരുമ്പോൾ ഒരു ബാലൻസ്ഡ് എക്കണോമിക് ഗ്രോത്ത് ഇവിടെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെന്റ്. എന്താണ് ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇൻഡസ്ട്രി, എന്റർപ്രൈസസ് അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലെസ് ഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയാസ്, അതായത് വില്ലേജ് പോലുള്ള എന്താ പറയുന്ന ഒരു റൂറൽ ഏരിയാസിലൊക്കെ നമ്മൾ പുതിയ പുതിയ പ്രൊജക്ടുകളും ബിസിനസ് എന്റർപ്രൈസസുകളൊക്കെ നമ്മൾ കൊണ്ടുവരുമ്പോൾ ആ നാട് വികസിക്കുവാണ് അല്ലെ. അവിടെ ഒരു കമ്പനി വരുന്നു, അവിടെയുള്ള ആൾക്കാർക്ക് ജോലി കിട്ടുന്നു, ശമ്പളം കിട്ടുന്നു, അവിടെ റോഡ് വരുന്നു, പിന്നെ ബസ് വരുന്നു അല്ലെ, അവര് വീട് വെക്കുന്നു, കടകൾ വരുന്നു, സ്കൂൾ വരുന്നു, കോളേജ് വരുന്നു, ഒരു ടൗൺഷിപ്പായി മാറുന്നു അല്ലെ. അപ്പൊ അവിടെ ആ ഒരു റീജിയൻ തന്നെ ഡെവലപ്പ് ആവുകയാണ് ആ സ്ഥലത്ത് നമ്മൾ പുതിയ ബിസിനസ് കൊണ്ടുവരുമ്പോൾ. അങ്ങനെ ആ റീജിയനിൽ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവുന്നു. അതാണ് ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെന്റ്. അപ്പം പുതിയ പുതിയ സംരംഭകരും അല്ലെങ്കിൽ പുതിയ പുതിയ ബിസിനസ് തുടങ്ങുമ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങളെല്ലാം അവിടെ സംഭവിക്കുന്നുണ്ട്. ഇനി പോസ്റ്റ് 1991 ലിബറലൈസേഷനിൽ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു ലിബറലൈസേഷൻ പ്രോസസ്സിൽ ഗവൺമെന്റ് കൊണ്ടുവന്നിരുന്ന കൺട്രോൾസ് മാറ്റി, അതായത് ഏതൊരു ആൾക്കാർക്കും ഫിനാൻഷ്യലി സ്റ്റേബിളോ അൺസ്റ്റേബിളോ ആയിട്ടുള്ള ആൾക്കാർക്ക് ബിസിനസ് തുടങ്ങാം എന്നൊരു പ്രോസസ്സിലോട്ട് ഗവൺമെന്റ് എത്തിച്ചേർന്നു. അതായത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ ക്ഷണിക്കുന്നു, ഫോറിൻ കൺട്രീസിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സ് ഇവിടെ വന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുന്നു, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ആവുന്നു, ആൾക്കാർക്ക് ജോലി കിട്ടുന്നു, സാമ്പത്തികമായിട്ട് വളർച്ച, നമുക്ക് ഇൻഡിവിജ്വൽ ഓരോ വ്യക്തിക്കും നാടിനും ഒക്കെ ഒരു വികസനം വരുന്നു അല്ലെ. അതായത് പുറത്തുനിന്ന് ആരും ബിസിനസ് തുടങ്ങണ്ട, ആരും ഇൻവെസ്റ്റ്മെന്റ് വേണ്ട, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ബിസിനസ് നടത്തണ്ട എന്നുള്ളൊരു സ്ട്രിക്റ്റ് പോളിസി എന്നൊക്കെ മാറി 1991 ആയപ്പോൾ ലിബറലൈസേഷൻ വന്നു. ആർക്കും ഇവിടെ നിന്ന് അങ്ങോട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ടോ, ഫോറിനിൽ നിന്ന് ഇങ്ങോട്ടോ ഇവിടുന്ന് ഫോറിൻ കൺട്രീസിലോട്ടോ പോയി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, ഇൻവെസ്റ്റ്മെന്റ്സ് വരാം, അതുവഴി എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും എന്നൊരു നിഗമനത്തിലോട്ട് എത്തുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇനി അടുത്ത മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഓൺട്രപ്രണർ എന്താന്ന് നോക്കാം. ഓൺട്രപ്രണർ അല്ലെങ്കിൽ ഓൺട്രപ്രൻറ്റി എന്ന വാക്ക് ഡിറൈവ് ആയത് ഫ്രഞ്ച് ഒറിജിനിൽ നിന്നാണ് ഡിറൈവ് ആവുന്നത്. ആദ്യം ഡിറൈവ് ആവുന്ന വേർഡ്
ഓൺട്രപ്രനറി എന്ന വേർഡാണ് ഡിറൈവ് ആവുന്നത്. ഇറ്റ് മീൻസ് അണ്ടർടേക്ക് ദ ടാസ്ക് ഓഫ് സെറ്റിംഗ് ന്യൂ എന്റർപ്രൈസസ്. പുതിയ സംരംഭം തുടങ്ങാനുള്ള ടാസ്ക് എടുക്കുന്ന ആൾക്കാരെയാണ്, അതായത് റിസ്ക് എടുത്ത് പുതിയ സംരംഭത്തിലോട്ട് കാശ് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരെ വിളിക്കുന്ന ടേം ആണ് ഓൺട്രപ്രനറി ഇൻ ഫ്രഞ്ച്. അതാണ് ഓൺട്രപ്രണർഷിപ്പിലോട്ട് ഈ ടേം മാറിയത്. 1700s ആയപ്പോഴത്തേനും റിച്ചാർഡ് കാറ്റ്ലോൺ എന്ന് പറഞ്ഞൊരു എക്കണോമിസ്റ്റ് ഓൺട്രപ്രണറിന് ഡെഫിനേഷൻ കൊടുത്തു. ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ റിസ്ക് എടുക്കുന്ന ആളാണ്, എഫേർട്ട് ഇടുന്ന ആളാണ് ബിസിനസ്സിലോട്ട്. ആ റിസ്കിൽ നിന്ന് ആ റിസ്ക്കും ആ എഫേർട്ടും ഹാർഡ് വർക്കും ഇടുന്ന വഴി അയാൾക്ക് കിട്ടുന്ന ലാഭം, പ്രോഫിറ്റ്, അതാണ് അയാൾക്ക് ആ റിസ്ക് ഇടുന്നതിൽ നിന്ന് കിട്ടുന്ന മെച്ചം എന്ന് റിച്ചാർഡ് കാറ്റ്ലോൺ ഡെഫിനേഷൻ പറയുന്നു. അതായത് സിമ്പിൾ ആണ്, നമ്മൾ റിസ്ക് ഇടുന്നു, ആ എഫേർട്ട് ഇടുന്നു, അതിൽ നിന്ന് നമുക്ക് ഇൻ റിട്ടേൺ പ്രോഫിറ്റ് കിട്ടുന്നു. ഓൺട്രപ്രണർ പീറ്റർ എഫ് ഡക്കും ഓൺട്രപ്രണറിനെ കുറിച്ച് ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ ഓൾവേസ് സെർച്ച് ടു ചേഞ്ച്, പുതിയ പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് അവസരങ്ങൾ കണ്ടുപിടിച്ച് അതിൽ കാശ് ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് പ്രോഫിറ്റ് കണ്ടെത്തുന്ന ആളെയാണ് ഓൺട്രപ്രണർ എന്ന് പീറ്റർ എഫ് ഡക്കും പറയുന്നുണ്ട്. ഓക്കെ, ഇനി മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഇന്നോവേഷന്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ എന്താന്ന് നോക്കാം. എന്താണ് ഇന്നോവേഷൻ? വേർഡിൽ തന്നെ ഉണ്ട് അല്ലെ, പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ പുതിയ കോമ്പിനേഷൻസ് കണ്ടുപിടിക്കുക. ഞാൻ നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ യൂണിറ്റിൽ തന്നെ ഞാൻ പറഞ്ഞു, പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് നിലനിൽപ്പുള്ളൂ ഒരു ഓൺട്രപ്രണറിന് അല്ലെ. ഒരു ഓൺട്രപ്രണറിന് സൊസൈറ്റിയിൽ നിലനിൽപ്പ് വേണമെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കണം. ഞാൻ എക്സാമ്പിൾ പറഞ്ഞു, നമ്മുടെ ടേസ്റ്റി നിപ്പിൾസിന്റെ ജപ്പാൻ റിട്രോവേറ്റീവ് പാക്കിംഗ് ഒക്കെ അല്ലെ. അതായത് മേക്ക് ചെയ്ത ഫുഡ് ആ ഒരു പാക്കിംഗ് ഉപയോഗിച്ച് സ്റ്റോർ ചെയ്ത് വെച്ച് നമുക്ക് ചൂടാക്കി കഴിക്കാം അല്ലെ. അപ്പം ഒരു പുതിയ പുതിയ ഐഡിയാസ് അല്ലെ, ഫുഡ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു മസാല പൗഡർ ഉണ്ടാക്കുക, പിക്കിൾസ് ഉണ്ടാക്കുക അല്ല, അത് കേടാവാതെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആ ലൈഫ് സ്പാനിനുള്ളിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അതൊരു പുതിയ ഐഡിയ അല്ലെ. അപ്പൊ ഓൾറെഡി ഉണ്ടായിരുന്ന ഐഡിയാസ് അത് പുതിയ രീതിയിൽ കോമ്പിനേഷൻ, നമ്മുടെ ഒരു കോമ്പിനേഷൻ ഓഫ് ഐഡിയ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ അത് ആൾക്കാരിൽ എത്തിക്കാം എന്നതിനാണ് നമുക്ക് ഇന്നോവേഷൻ എന്ന് പറയാൻ പറ്റുന്നത് അല്ലെ. ഒരാൾ ചെയ്തു വെച്ചത് പിന്തുടർന്ന് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് എപ്പോഴും സക്സസ് ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഓൾറെഡി ഉണ്ടായിരുന്ന ഐഡിയ ആണെങ്കിൽ പോലും അതിൽ നമുക്ക് പുതിയ ഇന്നോവേഷൻ എന്ത് കൊണ്ടുവന്ന് നമുക്ക് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാം എന്നുള്ളതിനാണ് ഒരു സ്റ്റേബിൾ ഇന്നോവേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് അല്ലെ. അപ്പം ജോസഫ് ഷംബ്രേറ്റർ പറയുന്നത് പുതിയ കോമ്പിനേഷൻസ് ഉപയോഗിച്ച് നമുക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓൺട്രപ്രണറിനെയാണ് നമുക്ക് ഇന്നോവേറ്റഡ് ഓൺട്രപ്രണർ അല്ലെങ്കിൽ ഇന്നോവേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് അല്ലെ. ആ ഇന്നോവേഷനിൽ എന്ത് വേണം? ന്യൂ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെ, പുതിയ ടെക്നോളജീസ് ഉപയോഗിച്ച്. ഞാനിപ്പോ ഈ പറഞ്ഞ പോലെ ഈ ജപ്പാൻ റിട്രോവേറ്റീവ് പാക്കിംഗ് ഒക്കെ പുതിയ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. അത് യൂസ് ചെയ്ത് ഒരു പുതിയ മാർക്കറ്റിനെ സൃഷ്ടിച്ചു അല്ലെ. ഇത് വാങ്ങിച്ച് ചൂടാക്കി, പ്രോസസ്ഡ് ഫുഡ് വാങ്ങിച്ച് ചൂടാക്കി കഴിക്കാം എന്ന് പറഞ്ഞിട്ട് പുതിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ സൃഷ്ടിക്കുന്നു, പുതിയ മാർക്കറ്റ് സൃഷ്ടിക്കുന്നു. ന്യൂ സോഴ്സ് ഓഫ് സപ്ലൈ അല്ലെ, ഇത് എല്ലാ ഫോറിൻ കൺട്രീസിലോട്ടും സപ്ലൈ ചെയ്യുന്നു. സെയിം സ്റ്റാൻഡേർഡിൽ ഇത് സപ്ലൈ ചെയ്യാൻ പറ്റുന്നു. അതുവഴി ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടുന്നു. പുതിയ പുതിയ ഓർഗനൈസേഷനുകൾ അതിന്റെ സബ് ഡിവിഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു ബിസിനസ്സിനെ നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട് ഇവിടെ പറ്റും അല്ലെ. അപ്പൊ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ കണ്ടെത്തി നമ്മുടെ പുതിയ ഐഡിയാസും ഇന്നോവേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം എന്നാണ് ജോസഫ് ഷംബ്രേറ്ററും ഷാൻ വെങ്കിട്ടരാമനും പറയുന്നത്. ഓക്കെ, ഇനി ഓൺട്രപ്രണർ വേഴ്സസ് ബിസിനസ്മാൻ, ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് എന്താന്ന് നമുക്ക് നോക്കാം അല്ലെ. ഒരു ബിസിനസ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഡിയ അല്ലെ, അതായത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്ത ഐഡിയ പിന്തുടരുന്ന ആ ഐഡിയയിൽ ഇപ്പോഴും വർക്ക് ചെയ്ത് പോകുന്ന ആൾക്കാരെയാണ് നമ്മൾ ബിസിനസ്മാൻ എന്ന് പറഞ്ഞത്. ഓൺട്രപ്രണർ അങ്ങനെയല്ല, പുതിയ പുതിയ ഇന്നോവേറ്റീവ് ഐഡിയാസും പുതിയ പുതിയ പരീക്ഷണങ്ങളും കൊണ്ടുവന്ന് അതിന്റെ പുറകിൽ പോയി അത് സക്സസ് ആക്കാൻ നോക്കുന്ന ആൾക്കാരാണ് ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. എൻട്രി എന്ന് പറയുമ്പോൾ ബിസിനസ്മാൻ ഓൾവേസ് അണ്ടർടേക്സ് ഫാമിലി ബിസിനസ് അല്ലെ. ഇപ്പൊ അംബാനിയുടെ ബിസിനസ് ആണ് മുകേഷ് അംബാനിയും അനിൽ അംബാനിയും ഏറ്റെടുത്ത് അല്ലെ. രത്തൻ ടാറ്റയുടെ ബിസിനസ് ആണ് അവരുടെ മക്കളെ ഏറ്റെടുത്ത് നടത്തുന്നത്. അവരൊക്കെ ബിസിനസ്മാൻ എന്ന് വിളിക്കാൻ പറ്റും നമുക്ക്. കാരണം ഓൾറെഡി ഉള്ള ബിസിനസ് അല്ലെങ്കിൽ ഫാമിലി ബിസിനസ് അണ്ടർടേക്ക് ചെയ്ത് അവര് നടത്തുന്നു. ഓക്കെ, അപ്പം ഫാമിലി ബിസിനസ് എപ്പോഴും നമ്മൾ ഓർക്കണം. ഫാമിലി ബിസിനസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിസിനസ് ടേക്കപ്പ് ചെയ്തു, അവരുടെ മക്കൾ ടേക്കപ്പ് ചെയ്തു, അല്ലെങ്കിൽ സമ്മൺ എൽസ് ഇൻ ദിയർ ഫാമിലി, അവരുടെ ഫാമിലിയിൽ തന്നെ വേറെ ആരെങ്കിലും അത് ഏറ്റെടുത്ത് ടേക്കപ്പ് ചെയ്ത് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ബിസിനസ്മാൻ, അല്ലെങ്കിൽ അവരുടെ എൻട്രി ഓഫ് എ ബിസിനസ്മാൻ എന്ന് പറയുന്നത്. പക്ഷെ ഓൺട്രപ്രണർഷിപ്പ് ഒരിക്കലും അങ്ങനെ ഒരാളുടെ ബിസിനസ് അണ്ടർടേക്ക് ചെയ്ത് നടത്തുന്ന ആളല്ല. പുള്ളിയുടെ ഐഡിയാസ് എന്താണോ അത് കോൺട്രിബ്യൂട്ട് ചെയ്ത് ഹി ഓർ ഹെർ ഹിംസെൽഫ്, ആണോ പെണ്ണോ, അവരുടെ
ചിന്താഗതികളും ഇന്നോവേഷൻസും അവരുടെ റിസ്ക്കും അവരുടെ കയ്യിലുള്ള കാശും എല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് അവർ സ്വയമേ സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ്സാണ് അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംരംഭമാണ് ഓൺടർപ്രണറിന്റെ എന്ന് പറയുന്നത്. ബിസിനസ് മാൻ എപ്പോഴും റിസ്കിന്റെ കാര്യത്തിൽ ലോ റിസ്ക് ആണ് അല്ലെ. ഓൾറെഡി അവരുടെ ഫാദേഴ്സോ ഗ്രാൻഡ് പാരന്റ്സോ ഒക്കെ ആയിട്ട് ഉണ്ടാക്കി വെച്ച ക്യാഷും ബിസിനസ് ഒക്കെ ഓൾറെഡി ഉണ്ടാവും. അത് അവര് ജസ്റ്റ് മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഓൺടർപ്രണർഷിപ്പ് അങ്ങനെയല്ല, അവർ ഹൈ റിസ്ക് ആണ് എടുക്കുന്നത്. കാരണം അവരുടെ കയ്യിലുള്ള ക്യാപിറ്റൽസും റിസ്ക്കും ഇതെല്ലാം അവര് ഇതിനകത്തോട്ട് കാശ് മുടക്കി അവര് അതിൽ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ഓൺടർപ്രണർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചെക്ക് ഇൻ പ്രോഗ്രസ്, അതായത് ഇത്രയും വരെ നമ്മൾ പഠിച്ച കാര്യങ്ങളുടെ ഒരു റിഫ്ലക്ഷൻ എന്താന്ന് നോക്കാം. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി, അതിന്റെ ഒരു ജസ്റ്റ് ഒരു കേസ് സ്റ്റഡി പോലെ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റിങ്വിഷൻ പോലെ ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ ആസ്പെക്ട് നോക്കാം. റിഫ്ലക്ട്, അതായത് ബേസ്ഡ് ഓൺ നമ്മൾ പഠിച്ച ഡെഫിനേഷനും ഓൺടർപ്രണർ എന്താണെന്നും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പം എടുക്കുന്ന റിസ്ക്കും പ്രോഫിറ്റും ഒക്കെയാണ് ഒരു ഓൺടർപ്രണറിൽ വരുന്ന ഒരു ക്വാളിറ്റീസ് എന്ന് പറയുന്നത് അല്ലെ. പുതിയ ഐഡിയാസ് കോൺട്രിബ്യൂട്ട് ചെയ്ത് റിസ്ക് എടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഓൺടർപ്രണർഷിപ്പ്. ഡെഫിനേഷൻസും കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി നമുക്ക് അതിന്റെ ഒരു കീ ഡിസ്റ്റിങ്ഷൻ നോക്കാം. അതായത് ഇപ്പൊ ഒരു കേസ് സ്റ്റഡി പോലെ പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, ഇഫ് സമ്മൺ ടേക്സ് ഓവർ എ ഹൈലി സക്സസ്ഫുൾ ഫാമിലി ഇഷ്യൂ, അതായത് ഒരു ബിസിനസ് സ്റ്റോർ എടുക്കുവാണ് ആൻഡ് ദേ ആർ പ്രൈമർലി ആക്ടിങ് ആസ് എ ബിസിനസ് മാൻ ഓർ എ ഓൺടർപ്രണർ. അതായത് ഒരു ഫാമിലി ബിസിനസ് എടുക്കുന്ന ആൾക്കാർ ബിസിനസ് മാൻ ആണോ ഓൺടർപ്രണർ ആണോ? ആരായിരിക്കും? ഒരു സക്സസ്ഫുൾ ഫാമിലി ബിസിനസ് എടുക്കുന്ന ആൾ എപ്പോഴും ബിസിനസ് മാൻ ആണ്. നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത് നിർത്തിയ കാര്യമാണ് അല്ലേ. കാരണം അവർക്ക് ന്യൂ മാർക്കറ്റ്സ് ക്രിയേറ്റ് ചെയ്യേണ്ട, ന്യൂ ബിസിനസ് ക്രിയേറ്റ് ചെയ്യേണ്ട, ഇന്നോവേറ്റീവ് പ്രോഡക്ട്സ് കൊണ്ടുവരണ്ട. അതുകൊണ്ടാണ് അവർ ഹൈലി സക്സസ്ഫുൾ ആവുന്നത്. അപ്പൊ അവർ ഉറപ്പായിട്ടും ബിസിനസ്മാൻ ആണ്, ഓൺടർപ്രണർ അല്ല ഇനീഷ്യലി. ഓക്കെ, ഇനി നമുക്ക് എലമെന്റ്സ് ഓഫ് ഓൺടർപ്രണർഷിപ്പ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിന്റെ അകത്ത് ഓൺടർപ്രണർഷിപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഐഡന്റിഫൈ ചെയ്തു, മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു, അവര് അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാരെയാണ് നമ്മൾ ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. അടുത്ത അതിന്റെ അകത്ത് റിസ്ക് ടേക്കിംഗ് ഇൻ ഓൺടർപ്രണർഷിപ്പ് ആണ് ഒരു സെക്കൻഡ് വൺ. ഇന്നോവേഷൻ നമ്മൾ പറഞ്ഞു, നമുക്കറിയാം അല്ലെ. പുതിയ ഐഡിയാസ് എപ്പോഴും ഓൺടർപ്രണർഷിപ്പ് കോൺട്രിബ്യൂട്ട് ചെയ്താലേ മാർക്കറ്റിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അടുത്ത് റിസ്ക് ടേക്കിംഗ് ഇൻ ഓൺടർപ്രണർഷിപ്പ് അല്ലെ, അത് വലിയൊരു ഫാക്ടറാണ്. കാര്യം എന്താണ്? ഏറ്റവും വലിയ റിസ്ക് എടുക്കുന്നത് ഓൺടർപ്രണർ ആണെന്ന് പറഞ്ഞു. കാര്യം അവർക്ക് എന്തുണ്ടാവണം? റിസ്ക് എടുത്താലേ പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ അല്ലേ. ആ പ്രോഫിറ്റ് ഉണ്ടാവണമെങ്കിൽ അവര് മെന്റലി സ്റ്റേബിൾ ആയിരിക്കണം, ഒരു പ്രോസ്പെക്റ്റീവ് ഓഫ് മൈൻഡ് ഉണ്ടാവണം. അതായത് അവര് ചിന്തിക്കാനുള്ള എബിലിറ്റി ഉണ്ടാവണം, ഓപ്പർച്യൂണിറ്റി റെക്കഗ്നൈസ് ചെയ്ത് അല്ലെ, ഒരു അവസരം കണ്ടെത്തി ആ അവസരത്തിൽ കറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം. അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ആ പ്രോബ്ലം സോൾവ് ചെയ്ത് അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് പറ്റണം. ഈ റിസ്കുകൾ, പല റിസ്കുകൾ ഉണ്ടാവും ബിസിനസ്സിൽ, അത് കണ്ടെത്തി അത് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റണം. അവസരങ്ങൾ മുതലാക്കി അത് യൂട്ടിലൈസ് ചെയ്ത് കൊണ്ടുപോയാൽ ബിസിനസ് സക്സസ് ആവുള്ളൂ. അപ്പം പ്രസൻസ് ഓഫ് മൈൻഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കറക്റ്റ് പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് സക്സീഡ് ആക്കാൻ പറ്റത്തില്ല. അപ്പം നല്ലൊരു ഓൺടർപ്രണർ ആവണമെങ്കിൽ നല്ലൊരു പ്രസൻസ് ഓഫ് മൈൻഡും സെറ്റ് അവർക്ക് ഉണ്ടാവണം. എക്കണോമിക് യൂട്ടിലിറ്റി അല്ലെ, നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ഭയങ്കര റിസ്ക് ഉപയോഗിച്ചാണ് ഓൺടർപ്രണേഴ്സ് ഉണ്ടാക്കുന്നത്. അപ്പം മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി, അതായത് ഇന്ന് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇന്ന് എക്കോണമിയിൽ എന്ത് പ്രൊഡക്റ്റ് ഇറക്കിയാലാണ് സക്സസ്ഫുൾ ആവുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ആ അവസരം തിരിച്ചറിഞ്ഞ് വേണം ഓൺടർപ്രണേഴ്സ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. പിന്നെ സ്ട്രാറ്റജിക് ഇക്വിലിബ്രിയം, ഇതൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യണം. എങ്ങനെയാണ് സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യേണ്ടത്? അതായത് ഏത് സ്ട്രാറ്റജി ഉപയോഗിച്ചാലാണ് നമുക്ക് മാർക്കറ്റിൽ ഡിസിഷൻ എടുത്ത് മാർക്കറ്റിൽ ദീർഘകാലം നിൽക്കാൻ പറ്റുന്ന, ഷോർട്ട് ടേം അല്ലല്ലോ. നമ്മൾ ഇത്രയും കാശ് മുടക്കി റിസ്ക് എടുത്ത് നമ്മൾ ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് നാൾ നമുക്ക് നിൽക്കാൻ പറ്റണം ആ ബിസിനസ്സിൽ അല്ലെ. അപ്പം ആ ബിസിനസ്സിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ ഒരുപാട് സ്ട്രാറ്റജീസ്, തന്ത്രങ്ങൾ അല്ലെ, തന്ത്രങ്ങൾ എന്ന് പറയും. ആ തന്ത്രങ്ങൾ ഉപയോഗിച്ച് ഡിസിഷൻ എടുത്താൽ മാത്രമേ ഒരുപാട് നാൾ നമുക്ക് മാർക്കറ്റിൽ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് തീരുമാനിക്കാനുള്ള കഴിവ് ഒരു ഓൺടർപ്രണറിനുണ്ടാവണം. പിന്നെ വിഷൻ ഉണ്ടാവണം. വിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മുന്നോട്ടുള്ള കാര്യങ്ങൾ അതിലെ ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചൊരു വീക്ഷണം, ദീർഘവീക്ഷണം എന്ന് നമ്മൾ പറയും അല്ലെ. അതായത് ഇപ്പൊ ഫ്യൂച്ചറിൽ ഇന്ന കാര്യങ്ങൾ സംഭവിച്ചു, ഒരു നഷ്ടം വന്നു അല്ലെങ്കിൽ ഇന്ന സംഭവം വന്നു, ഇതൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഇതൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അത് ഇങ്ങനെ സ്റ്റേബിൾ ആക്കി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനോ ഒക്കെ എങ്ങനെ പറ്റും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊരു ദീർഘവീക്ഷണം ഉണ്ടാവണം നല്ലൊരു ഓൺടർപ്രണർഷിപ്പിന്. പിന്നെ ഓർഗനൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ്, മാനേജീരിയൽ സ്കിൽ അല്ലെങ്കിൽ ലീഡർഷിപ്പ് സ്കിൽ ഉണ്ടാവണം അല്ലെ. അതായത്
ഒരു ഓൺടർപ്രണർ ഉറപ്പായിട്ടും MD അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ മേധാവിയായിരിക്കും അല്ലെ. അപ്പൊ ഫിനാൻസ് കറക്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്യാൻ, അതായത് കിട്ടുന്ന കാശ് ഇൻകമും എക്സ്പെൻസും കറക്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്യാൻ, അത് കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ അല്ലെ, നഷ്ടമോ ഇതൊന്നും വരാതെ കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് ഒരു ബാലൻസിൽ കൊണ്ടുപോകാനും എംപ്ലോയീസിനെ ഹാപ്പി ആക്കി കൊണ്ടുപോകാനും അവരെ ഒത്തിരി ബുദ്ധിമുട്ടിക്കാതെ അവരെ സാറ്റിസ്ഫൈ ചെയ്ത് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാ റിസോഴ്സസും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവുണ്ടാവണം. പിന്നെ പ്രിസർവേഷൻ ഉണ്ടാവണം, പ്രിസർവൻസ്, അതായത് നല്ല ദിവസങ്ങളും ഉണ്ടാവും ചീത്ത ദിവസങ്ങളും ഉണ്ടാവും അല്ലെ. അപ്പൊ നല്ലതിന് നല്ലതായിട്ട് കാണാം, ഒരു മോശം എക്സ്പീരിയൻസിൽ നിന്ന് പഠിച്ച് ഗെയിൻ ചെയ്ത് അത് എങ്ങനെ നമുക്ക് നല്ലതാക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്താഗതിയും എപ്പോഴും ഒരു ഓൺടർപ്രണറിന് ഉണ്ടാവണം. ഇത്രയും ക്വാളിറ്റീസ് ആണ് ഒരു ഓൺടർപ്രണറിന് വേണ്ടത് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഇനി നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ഓൺടർപ്രണർഷിപ്പ് നമുക്ക് നോക്കാം അല്ലെ. ഓൺടർപ്രണർഷിപ്പ് നമുക്ക് എന്തുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് നമ്മുടെ എക്കോണമിയിൽ, അല്ലെങ്കിൽ നമുക്ക് ഓൺടർപ്രണർഷിപ്പ് എന്നൊരു പറഞ്ഞ ഈ ഒരു പ്രോസസ്സ് എന്തുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്? ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ഞാൻ പറഞ്ഞു, ഒരു പുതിയ സംരംഭം തുടങ്ങുമ്പോൾ ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്നുണ്ട്, അതുവഴി ഒരുപാട് കുടുംബങ്ങൾ നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട്. അവരുടെ കാശ് കിട്ടുന്നു, അവർ സാധനം വാങ്ങിക്കുന്നു, അപ്പൊ എക്കോണമിക്ക് കാശ് കിട്ടുന്നു, എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നു, ടാക്സ് അടയ്ക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ രാജ്യത്തിനും സമൂഹത്തിനൊക്കെ വളർച്ചയാണ്. ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഗിവ് ഇമ്പാക്ട് ടു ഇന്നോവേഷൻ, പുതിയ പുതിയ പ്രൊഡക്ട്സുകളും ടെക്നോളജീസും അല്ലെ, ഇതൊക്കെ ഇന്നോവേറ്റ് ചെയ്യാനായിട്ട് ഓൺടർപ്രണേഴ്സിന് പറ്റുന്നുണ്ട്. പിന്നെ ഇമ്പാക്ട് ഓൺ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡിവേഴ്സിഫൈഡ് എംപ്ലോയ്മെന്റ് ബേസ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്മുടെ റീജിയണൽ ഏരിയ അതിലെ, അതായത് നമ്മുടെ റൂറൽ ഏരിയാസിലൊക്കെ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അവിടെ എന്താ സംഭവിക്കുന്നത്? ആ ഒരു കമ്മ്യൂണിറ്റി തന്നെ ഡെവലപ്പ് ആവുകയാണ് അല്ലെ. ആ ഒരു ഏരിയ ഡെവലപ്പ് ആവുകയാണ്. അവിടെ ഉള്ളവർക്ക് ജോലി കിട്ടുന്നു, അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുന്നു, അവരുടെ ഇൻകം കൂടുന്നു, കടകൾ വരുന്നു അല്ലെ, പിന്നെ അത് ബസ് റൂട്ട് ആവുന്നു, റോഡ് വരുന്നു, അങ്ങനെ ഒരു ഏരിയ, ആ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് നമുക്ക് ഓൺടർപ്രണർഷിപ്പ് വഴി നമുക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. എൻഹാൻസ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അല്ലെ. ഓൺടർപ്രണർ പുതിയ കമ്പനികൾ വരുമ്പോൾ ആൾക്കാർക്ക് ജോലി കിട്ടുന്നു, കാശ് ഉണ്ടാവുന്നു, അപ്പൊ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടും. നേരത്തെ ഒന്നുമില്ലാത്തവരല്ലെങ്കിൽ നേരത്തെ ഒരു 500 രൂപയ്ക്ക് ജോലി പോയിക്കൊണ്ടിരുന്നവർക്ക് പുതിയ കമ്പനിയിൽ ജോലി കിട്ടുമ്പോൾ 1000-2000 രൂപ ദിവസവും കിട്ടും. അപ്പൊ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുമല്ലേ, അവര് സ്പെൻഡ് ചെയ്യുന്നത് കൂടുമല്ലേ, ഇപ്പൊ എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നില്ലേ. ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. പിന്നെ പ്രൊമോട്ട്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഈ ഓൺടർപ്രണർ പുതിയ ഐഡിയാസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വഴി അല്ലെങ്കിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന വഴി പുതിയ യൂണിവേഴ്സിറ്റീസും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ ഇതിനെ സഹായിക്കുന്നുണ്ട്. അതായത് ഓൺടർപ്രണേഴ്സ് തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് റിസർച്ച് ഡെവലപ്മെന്റ്സും ലാബ്സും ഏരിയാസും ഒക്കെ കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതുവഴി നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ പുതിയ ടെക്നോളജീസും നമ്മുടെ സൊസൈറ്റിയിൽ വരാനായിട്ട് ഈ ഓൺടർപ്രണർ എന്നൊരു പ്രോസസ്സ് നമ്മളെ ഇത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഡിറ്റർമിനൻസ് ഓഫ് ഓൺടർപ്രണർഷിപ്പ് എന്താണെന്ന് നോക്കാം. ഇമ്പോർട്ടന്റ് ആണ് ഡിറ്റർമിനൻസ്, കൺസിസ്റ്റന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിറ്റർമിനൻസ് ഓഫ് ഓൺടർപ്രണർഷിപ്പ്. ശ്രദ്ധിക്കാം, 2 തരത്തിലാണ് ഇത് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഇന്റേണൽ, അതായത് ഇൻഡിവിജ്വൽ ആയിട്ടും, എക്സ്റ്റേണൽ, സറൗണ്ടിങ് എൻവയോൺമെന്റിനെ പുറത്ത് ബേസ് ചെയ്ത്. അതായത് നമുക്കൊരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുമ്പോൾ കമ്പനിക്ക് അകത്ത് വേണ്ട സ്കില്ലുകളും കമ്പനിക്ക് പുറത്ത്, ആ ഓർഗനൈസേഷന് പുറത്ത് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇന്റേണലിൽ നമുക്കറിയാലോ ഇന്റലിജൻസ് ഉണ്ടാവണം അല്ലെ, ഇതൊരു പേഴ്സണൽ ക്വാളിറ്റി ആണ്. അപ്പം ഇൻഡിവിജ്വൽ ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കത് പേഴ്സണൽ ആയിട്ട് ഉണ്ടാവുന്ന, നമുക്കൊരു വ്യക്തിക്ക് ഉണ്ടാവുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാണ് ഒരു ബിസിനസ് നടത്തിക്കൊണ്ടു പോകാൻ, അല്ലെങ്കിൽ ഒരു ഓൺടർപ്രണർ ആവാൻ വേണ്ട ക്വാളിറ്റീസ്. ഇന്റലിജൻസ് ഉണ്ടാവണം അല്ലെ, എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ്, കാര്യങ്ങൾ ബിസിനസ് മനസ്സിലാക്കാനും സിറ്റുവേഷൻ മനസ്സിലാക്കാനും പ്രോബ്ലം സോൾവ് ചെയ്യാനും കറക്റ്റ് സമയത്ത് ഡിസിഷൻ എടുക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ടാവണം. പിന്നെ സ്കില്ല്, ഒരു ടെക്നിക്കൽ മാനേജറിയൽ സ്കിൽ ഉണ്ടാവണം അല്ലെ, കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവണം. നോളജ് ഉണ്ടാവണം, ആ ബിസിനസിനെ കുറിച്ചുള്ള അറിവ് ഉണ്ടാവണം. ഇൻറ്റ്യൂഷൻ, അതായത് വരാൻ പോകുന്ന കാര്യങ്ങൾ, ചാലഞ്ചസ് ഉണ്ടാവുന്ന കാര്യങ്ങളെ കുറിച്ചൊരു തിരിച്ചറിവുണ്ടാവണം. പിന്നെ എക്സ്പ്ലോഷർ ആൻഡ് എക്സ്പീരിയൻസ്, അതായത് എക്സ്പീരിയൻസ്, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസസ് എന്തൊക്കെയാണെന്ന്, പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ച് കാര്യങ്ങൾ സോൾവ് ചെയ്യാനായിട്ടുള്ള കഴിവുകൾ അല്ലെ, പ്രാക്ടിക്കലി ചിന്തിച്ച് കാര്യങ്ങൾ സോൾവ് ചെയ്യാനായിട്ടുള്ള കഴിവ്. ഇന്നതാണ് കാര്യം, നമ്മൾ ഇന്ന ഡിസിഷൻ എടുത്ത് അതിന് ഒരു ഔട്ട്കം ഉണ്ടാകും എന്ന് നമ്മളൊരു പ്രാക്ടിക്കലി ചിന്തിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ കോമൺ സെൻസ് യൂസ് ചെയ്ത് ചെയ്യാനുള്ള കാര്യങ്ങൾ, നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് ആണ് അത് ഉണ്ടാവേണ്ടത്. അപ്പൊ ആ ഒരു കഴിവുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സൊസൈറ്റിയിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിപ്പോവാം. ഗവൺമെന്റ് പോളിസീസ് അല്ലെ, ഗവൺമെന്റ് പോളിസി വലിയൊരു ഫാക്ടറാണ്. എന്താണ് ഗവൺമെന്റ് പോളിസി എന്ന് പറഞ്ഞാൽ? ഇവിടെ ടാക്സും
നമ്മൾ എന്തൊക്കെ എക്സ്പോർട്ട് ഡ്യൂട്ടി ഇമ്പോർട്ട് ഡ്യൂട്ടി ഒക്കെ അടയ്ക്കണം. ഇതിന് ബേസ് ചെയ്താണ് നമ്മുടെ എൻവയോൺമെന്റ് അല്ലെ നമ്മുടെ ബിസിനസിന്റെ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഗവൺമെന്റ് പോളിസി ടാക്സ് കൂടുതൽ അടയ്ക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് ടാക്സ് അടയ്ക്കേണ്ട, അപ്പൊ നമ്മുടെ പ്രോഫിറ്റ് കുറയും, നമ്മുടെ ബിസിനസിനെ എഫക്ട് ചെയ്യും മുന്നോട്ടുള്ള അല്ലെ. ഇപ്പൊ ഗവൺമെന്റ് പോളിസി നമ്മുടെ ബിസിനസിനെ എഫക്ട് ചെയ്യും. ഇനി സോഷ്യോ എക്കണോമിക് ഗ്രോത്ത്, അതായത് പബ്ലിക്കിന്റെ ആറ്റിറ്റ്യൂഡ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഓൺടർപ്രണേഴ്സ് വരുമ്പോൾ കോമ്പറ്റീഷൻ കൂടുമ്പോൾ അത് നമ്മുടെ പ്രൊഡക്റ്റിന് എഫക്ട് ചെയ്യും. അപ്പം ഇതെല്ലാം തിരിച്ചറിഞ്ഞ് നമുക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള മെഷേഴ്സ് നമ്മൾ എപ്പോഴും എടുക്കണം. സ്കിൽ സപ്പോർട്ട്, നമ്മൾ കറക്റ്റ് ആയിട്ട് ട്രെയിനിങ് പ്രോഗ്രാംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജീസിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ സെർച്ച് ചെയ്യുക, നമ്മുടെ പ്രൊഡക്റ്റ് എങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് വെക്കാം, നമ്മുടെ ബിസിനസ് എങ്ങനെ അപ്ഡേറ്റഡ് ആക്കാം എന്നുള്ള തിരിച്ചറിവ് നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അടുത്ത ഫിനാൻഷ്യൽ, അതായത് വെഞ്ചർ ക്യാപിറ്റൽ, ലോവസ്റ്റ് ലോൺ, നമ്മൾ എവിടെയാണെന്നാണ് ഇൻകം എടുക്കുന്നത്. നമുക്ക് ഒരു ഫണ്ടിന് ഷോർട്ടേജ് വന്ന് നമുക്ക് അവിടെ നിന്ന് നമുക്ക് ഇൻകം എടുക്കാം, ബിസിനസ് ഇൻകം എടുക്കാം. പക്ഷേ ആ ഇൻകം നമ്മൾ എടുക്കുമ്പോൾ ഏറ്റവും ലോ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള സ്ഥലത്ത് നിന്ന് എടുക്കാവുള്ളൂ. അല്ലെങ്കിൽ പലിശ കൊടുത്ത് നമ്മൾ മുടിക്ക് പോവില്ലേ, നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഫുള്ളും പലിശ കൊടുത്ത് നമുക്ക് എന്തെങ്കിലും മെച്ചം ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഏറ്റവും ലോ ഇൻട്രസ്റ്റിലുള്ള സ്ഥലത്ത് നിന്ന് എപ്പോഴും ക്യാഷ് ബോറോ ചെയ്ത് നമ്മൾ ബിസിനസ് റൺ ചെയ്യാവുള്ളൂ. അത് എപ്പോഴും ഓർത്ത് വെക്കണം. പിന്നെ നോൺ ഫിനാൻഷ്യൽ കാര്യങ്ങൾ, അതായത് ഓൺടർപ്രണൽ നെറ്റ്വർക്ക്സ്, കൗൺസിലിംഗ്, നമ്മൾ ഒത്തിരി റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യുക. ആ ബിൽഡ് ചെയ്യുന്ന റിലേഷൻഷിപ്സിൽ നിന്ന് നമുക്ക് എന്തുണ്ടാവത്തുള്ളൂ, പുതിയ കാര്യങ്ങൾ അറിവും, അല്ലെങ്കിൽ നമുക്കൊരു ഹെൽപ്പിനോ അല്ലെങ്കിൽ നമുക്ക് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാനോ ഡിസ്കഷനൊക്കെ പോസിബിൾ ആവുള്ളൂ. അപ്പൊ ആ ഒരു നെറ്റ്വർക്കിൽ നമ്മൾ എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കാം. ഇനി നമുക്ക് ചെക്ക് യുവർ പ്രോഗ്രസ് ടൂലോട്ട് വരാം. ഇതുവരെ പഠിച്ചുള്ള കാര്യങ്ങൾ, മനസ്സിലായ കാര്യങ്ങൾ അല്ലെ, ജസ്റ്റ് ഒന്ന് ക്വിക്ക് റീക്യാപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു പോവാം. 5 എലമെന്റ്സ്, ഏതെങ്കിലും ഒരു 5 എലമെന്റ്സ് നിങ്ങൾ ചിന്തിക്കാം. നമ്മൾ പഠിച്ച ഓൺടർപ്രണർഷിപ്പിനെ കുറിച്ച്. ഇന്നോവേഷൻ അല്ലേ, ഓൺടർപ്രണറിന് ന്യൂ ഐഡിയാസ് ഉണ്ടാവണം, റിസ്ക് ടേക്ക് ചെയ്ത് അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുന്ന ആളാണ്, ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് റെക്കഗ്നൈസ് ചെയ്യണം, വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം. അടുത്ത കാറ്റഗറൈസേഷൻ. കാറ്റഗറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ എന്താ സംഭവിക്കുന്ന, ഇന്റലിജൻസ് is intelligence considered an internal or external determinant? What about government taxation policy? അല്ലെ, ഇങ്ങനെ ഒരു കാര്യം വന്നു. അതായത് ഇന്റലിജൻസ് ഇന്റേണൽ ആണോ എക്സ്റ്റേണൽ ഡിറ്റർമിനന്റ് ആണോ? ഇന്റലിജൻസ് നമ്മൾ എവിടെയാ പറഞ്ഞ ഒരു പേഴ്സണൽ ട്രേറ്റ് അല്ലേ, ഇൻഡിവിജ്വൽ ട്രേറ്റ് അല്ലേ, അതപ്പം ഇന്റേണൽ അല്ലേ, ഒരു വ്യക്തിനെ സംബന്ധിക്കുന്ന കാര്യമല്ലേ ഇന്റലിജൻസ് അല്ലെ, അതല്ലാതെ പുറത്തെ കാര്യങ്ങളല്ലോ. പക്ഷെ ഗവൺമെന്റ് പോളിസി എന്താണ്, എക്സ്റ്റേണൽ ട്രേറ്റ് ആണ്, അത് എക്സ്റ്റേണൽ ഫാക്ടർ ആണ്, ലീഗൽ എൻവയോൺമെന്റിനെ ബേസ് ചെയ്യുന്ന ഫാക്ടർ ആണ്. ഓക്കെ, ഇനി തിയറീസ് ഓഫ് ഓൺടർപ്രണർഷിപ്പ് നമുക്ക് നോക്കാം. ഏതൊക്കെ തിയറീസിനെ ബേസ് ചെയ്താണ് ഓൺടർപ്രണർഷിപ്പ് എന്ന പ്രോസസ്സ് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ ഫസ്റ്റ് വൺ എക്കണോമിക് തിയറി എന്ന് പറഞ്ഞാൽ ഇതിന് എന്താണ് വരുന്നത്, ഇവിടെ ഏത് തിയറി എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് വരുന്നത്, ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. എക്കണോമിക് അല്ലെ, ചിന്തിച്ച് വെക്കുക. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ വരുന്നത്. എക്കണോമിക് തിയറി ഉണ്ട്, റിസോഴ്സ് ബേസ്ഡ് തിയറി ഉണ്ട്, സൈക്കോളജിക്കൽ ഉണ്ട്, സോഷ്യൽ കൾച്ചറൽ ആന്ത്രോപോളജിക്കൽ തിയറി ഉണ്ട്, ഓപ്പർച്യൂണിറ്റി ബേസ്ഡ് തിയറി ഉണ്ട്. ഓരോന്ന് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, ഇനി എക്കണോമിക് തിയറീസ് പുട്ട് ഫോർവേഡ് ചെയ്തേക്കുന്നത് റിച്ചാർഡ് കാൻട്ലൻഡ് 1700 ഈ തിയറീസ് പുട്ട് ഫോർവേഡ് ആയേക്കുന്നത്. തിയറി ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യം അല്ലെങ്കിൽ ഈ തിയറിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ സപ്ലൈ ആൻഡ് ഡിമാൻഡിന്റെ ബേസിസിലാണ്. അതായത് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കത്തില്ല, ചിലപ്പോൾ സപ്ലൈ കൂടുതലായിരിക്കും, ചിലപ്പോൾ ഡിമാൻഡ് കൂടുതലായിരിക്കും. അപ്പം എന്തുകൊണ്ട് ആ ഇംബാലൻസ് വരുന്നു എന്ന് റിച്ചാർഡ് സ്റ്റഡി ചെയ്തു. അതാണ് എക്കണോമിക് തിയറിയിൽ ഒരു ഫസ്റ്റ് ആസ്പെക്ട് എന്ന് പറഞ്ഞത്. അതായത് എന്തുകൊണ്ട് ഈ വേരിയേഷൻ വരുന്നു, എന്തുകൊണ്ട് ഓപ്പർച്യൂണിറ്റിയിൽ വേരിയേഷൻ വരുന്നു, എന്തുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചറിൽ വേരിയേഷൻ വരുന്നു, ഇതൊക്കെ സ്റ്റഡി ചെയ്യണം അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഈ എക്കണോമിക് തിയറീസിന് പുട്ട് ഫോർവേഡ് ചെയ്ത് റിച്ചാർഡ് വരുന്നത്. അതിനുശേഷം JBC പറയുന്നത് ലോവർ എഫിഷ്യൻസി ടു ഹയർ ഏരിയ. അതായത് റിസോഴ്സസ് എപ്പോഴും ലോവർ എഫിഷ്യൻസിയിൽ നിന്ന് ഹയർ ഏരിയയിലോട്ടാണ് പോകുന്നത്. അതായത് ഓണർ, ഓർഗനൈസർ, മാനേജർ അങ്ങനെയാണ് വരുന്നത് അല്ലെ. അതായത് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, നമുക്ക് ആ കോൺട്രിബ്യൂഷൻ ലെവലിൽ നിന്ന് ഇത് മേൽനോട്ടം വഹിക്കുന്നത് ആരാണ്, മാനേജർ ലെവലിലോട്ടാണ് എത്തുന്നത്. അപ്പം അതായത് ലോവർ ലെവലിൽ നിന്ന് മാനേജർ വരെയുള്ള ആൾക്കാരുടെ എഫിഷ്യൻസി ഒരു ബിസിനസ് വളരാനായിട്ട് വേണം. അപ്പം അവരുടെ ഒരു എക്കണോമിക് തിയറിയും അവരുടെ എഫിഷ്യൻസിയും അവരുടെ റിസോഴ്സ് യൂട്ടിലൈസേഷൻ, അവരെങ്ങനെയാണ് റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറയുന്ന അവരുടെ ചിന്താഗതി, ഇതെല്ലാം എക്കണോമിക് തിയറി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്, ഒരു ബിസിനസിന്റെ വളർച്ചയെ ബന്ധപ്പെട്ട് വരുന്നതാണ്. ജെ ഷംപീറ്റർ പറയുന്നത് ആക്ഷൻ ബേസ്ഡ് ഓൺ ഡിസ്കവറിംഗ് ബെറ്റർ വേസ്. അതായത് ഒരു സൊസൈറ്റി സാറ്റിസ്ഫൈ ആയാൽ മാത്രമേ
പ്രൊഡക്റ്റ് വീണ്ടും വീണ്ടും ആൾക്കാർ വാങ്ങിക്കാനായിട്ട് റെഡി ആവുള്ളൂ. ആൾക്കാർ അത് വാങ്ങിക്കാൻ റെഡി ആയാൽ മാത്രമേ നമുക്ക് വീണ്ടും വീണ്ടും ആ പ്രൊഡക്റ്റ് വിൽക്കാനുള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ സൊസൈറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യണം, പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ആൾക്കാരെ സാറ്റിസ്ഫൈ ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് ഈ സാധനങ്ങൾ വിറ്റ് പോവുള്ളൂ. ഇനി റിസോഴ്സ് ബേസ്ഡ് തിയറി എന്നാണ്. റിസോഴ്സ് ബേസ്ഡ് തിയറിയിൽ വരുന്നത് ഫിനാൻഷ്യൽ ക്യാപിറ്റൽ അല്ലെ, നമുക്കുള്ള ഫണ്ട്, നമ്മുടെ കയ്യിലുള്ള ഫണ്ട് അത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഓർഗനൈസേഷന് പറ്റണം, എങ്കിൽ മാത്രമേ ആ ബിസിനസ് സക്സസ് ആവുള്ളൂ എന്നാണ് പറയുന്നത്. ഹ്യൂമൻ ക്യാപിറ്റൽ, അതായത് എംപ്ലോയീസ്, നമ്മൾ എംപ്ലോയീസിനെ കമ്പനിയിലോട്ട് സെലക്ട് ചെയ്യുമ്പോൾ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ആ പൊസിഷൻ ആപ്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ ബിസിനസ് സക്സസ് ആകുമെന്നാണ് ഈ തിയറി പറയുന്നത്. പിന്നെ സോഷ്യൽ ക്യാപിറ്റൽ, സോഷ്യൽ നെറ്റ്വർക്ക്സ് എപ്പോഴും ബിൽഡ് ചെയ്യുക, എപ്പോഴും എല്ലാവരായിട്ടുള്ള നല്ലൊരു പേഴ്സണൽ കണക്ഷൻസ് ഓൺടർപ്രണേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യണം, എങ്കിൽ മാത്രമേ ഒരു സമൂഹത്തിൽ ബിസിനസ് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എല്ലാവരായിട്ട് വഴക്കിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പിന്നെ ഇൻവിസിബിൾ ലീഡർഷിപ്പ് ആയിരിക്കണം, അതായത് എല്ലാവരെയും അധികാരം ചെയ്ത് അങ്ങോട്ട് ചെന്ന് ഭയങ്കരമായിട്ട് അധികാരം ചെന്ന് ഹരാസ് ചെയ്യരുത്, പക്ഷെ ഈവൻ സൈലന്റ് ആയിട്ട് നിന്ന് എല്ലാവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ പ്രാപ്തിയുള്ള ഒരാളായിരിക്കണം ഓൺടർപ്രണർ. സൈക്കോളജിക്കൽ ട്രേറ്റ്സ്, അതായത് സൈക്കോളജിക്കൽ ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ബിഹേവിയറിസം, പിന്നെ ഓൺടർപ്രണറിന്റെ ബിഹേവിയറിസം എന്തായിരിക്കണം? എക്സ്ട്രോവേർഷൻ ആയിരിക്കണം, അതായത് ഫ്രണ്ട്സ് ഉണ്ടാവണം, എല്ലാ എംപ്ലോയീസിലായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റണം അല്ലെ. ന്യൂട്രോട്ടിസം ഉണ്ടാവണം, മൂഡ് ചേഞ്ചബിലിറ്റി ഉണ്ടാവും, ഫ്രീക്വന്റ് മൂഡ് ചേഞ്ചബിലിറ്റി ഉണ്ടാവും, എങ്കിൽ പോലും ആരുടെയും മനസ്സിനെ ഹരാസ് ചെയ്യുന്ന രീതിയിലുള്ള പെരുമാറ്റം ആയിരിക്കരുത്, നല്ല രീതിയിൽ പെരുമാറാൻ പറ്റുന്ന ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവണം. എഗ്രിയബിൾനെസ് ഉണ്ടാവണം, അതായത് സൊസൈറ്റിയിൽ വരുന്ന ചേഞ്ചസ് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാനുള്ള മെന്റാലിറ്റി ഒരു ഓൺടർപ്രണർ ഉണ്ടാവണം. കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ടാവണം, അതായത് ലോസും റെഗുലേഷൻസും ഒബേ ചെയ്യണം, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസി ലോസും റെഗുലേഷൻസും ഒബേ ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവണം. ഒരു ഓപ്പൺനെസ് ഉണ്ടാവണം, അതായത് ന്യൂ എക്സ്പീരിയൻസസ് പ്രോബ്ലംസും, അതായത് വരുന്ന പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവ് ഇവിടെ ഉണ്ടാവണം. അടുത്തത് സോഷ്യോളജിക്കൽ ആൻഡ് കൾച്ചറൽ തിയറീസ്, നമുക്ക് എല്ലാവർക്കും അറിയാം, എപ്പോഴും കേൾക്കുന്ന കാര്യം അല്ലെ, സോഷ്യോളജിക്കൽ ആൻഡ് കൾച്ചറൽ. നമുക്കൊരു കൾച്ചറൽ ആസ്പെക്ട്സ്, നമ്മുടെ റിലീജിയനും നമ്മുടെ നാട്ടിലെ സംസ്കാരങ്ങളും റിലീജിയനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ ബിസിനസ് കൊണ്ടുപോകേണ്ടത് അല്ലെ. നമ്മുടെ ഇന്ത്യൻ സംസ്കാരമുണ്ട്, അല്ലെങ്കിൽ കേരളത്തിലെ സംസ്കാരമുണ്ട്, ചില പ്രൊഡക്ട്സ് വിൽക്കാൻ പാടില്ല, ചില പ്രൊഡക്ട്സിന് വിൽക്കുമ്പോൾ അതിന് കൺട്രോൾ ഉണ്ടാവണം അല്ലെ. അപ്പം അങ്ങനെയുള്ള ചിന്താഗതികൾ, ആ ഒരു റിലീജിയസ് ബിലീഫ്, നമ്മുടെ കൾച്ചറൽ ബിലീഫ് ഒക്കെ വെച്ചിട്ടുണ്ടായിരിക്കണം നമ്മളൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതും ആ നിയമങ്ങളെ അനുസൃതമാക്കി വേണം വിൽക്കാനായിട്ട്, അല്ലെങ്കിൽ അത് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാം, സൊസൈറ്റിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാം, രാജ്യത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാം അല്ലെ. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു കൾച്ചറൽ തിയറി അല്ലെങ്കിൽ സോഷ്യൽ തിയറി നമ്മൾ ഫോളോ ചെയ്യുമെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ ആൾക്കാരിൽ നിന്നും നല്ലൊരു കോർപ്പറേഷനും മോട്ടിവേഷനും ട്രസ്റ്റും ഒക്കെ കിട്ടി ബിസിനസ് സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റുള്ളൂ. ഓപ്പർച്യൂണിറ്റി തിയറി, നമ്മൾ അവസരങ്ങൾ കണ്ടെത്തുക, നമ്മുടെ സൊസൈറ്റിയിൽ ഇഷ്ടംമാതിരി അവസരങ്ങളുണ്ട്, ഓൺടർപ്രണേഴ്സ് അവസരങ്ങൾ കണ്ടെത്തുക, ആ കണ്ടെത്തിയ അവസരങ്ങൾ കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പൊ ടെക്നോളജി ചേഞ്ചസ് വരുന്നുണ്ട്, ആ ടെക്നോളജി ചേഞ്ചസ് അഡോപ്റ്റ് ചെയ്യണം, ആ അവസരം മുതലാക്കി പ്രൊഡക്ഷൻ നടത്തണം. അപ്പം കുറഞ്ഞ ചെലവിൽ നമുക്ക് കൂടുതൽ സാധനങ്ങൾ എളുപ്പം പ്രൊഡ്യൂസ് ചെയ്ത് കസ്റ്റമറിന്റെ ഇഷ്ടത്തിനനുസരിച്ച് വിൽക്കാൻ പറ്റും അല്ലെ. അപ്പൊ അവസരങ്ങൾ കണ്ടെത്തി നമ്മൾ അത് യൂട്ടിലൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെയാണ് ഓപ്പർച്യൂണിറ്റി തിയറി എന്ന് പീറ്റർ ഡ്രക്കർ പറയുന്നുണ്ട്. ഹാവർഡ് സ്റ്റീവൻസൺ പറയുന്നത് നമ്മൾ റിസോഴ്സസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം, റിസോഴ്സസിനെ കുറിച്ചുള്ള തിരിച്ചറിവ് ഉണ്ടാവണം, ആ തിരിച്ചറിവ് അനുസരിച്ച് നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്ത് കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും എന്നാണ് ഹാവർഡ് സ്റ്റീവൻസൺ പറയുന്നത്. ഈ തിയറിയുടെ ഒരു ടൈം ലൈൻ നോക്കാം. 18th സെഞ്ചുറി, ഏർലി 1700s-ലും 1803-ലും 1880s-ലുമാണ് ആദ്യമായിട്ട് റിച്ചാർഡ് കാൻസ്റ്റൺ തിയറി, അതായത് നമ്മുടെ ഡിസ്കസ് ചെയ്ത എക്കണോമിക് തിയറി പറയുന്നത്. അവിടെ ഒരു പ്രോഫിറ്റ് ഓഫ് ഓൺടർപ്രണർഷിപ്പും ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ പറയുന്നുണ്ട് അല്ലെ. ക്യാപിറ്റലിൽ നിന്ന് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഒരു ഓൺടർപ്രണറിന്റെ എബിലിറ്റി എന്നാണ് പറയുന്നത്. പിന്നെ സപ്ലൈയിലൂടെയും ഡിമാൻഡിന്റെ വേരിയേഷനിലൂടെയാണ് ഈ തിയറിനെ കുറിച്ച് ആലോചിച്ചു തുടങ്ങിയത് റിച്ചാർഡ്. 19th and 20th സെഞ്ചുറി ആയപ്പം 1934-ലും 64-ലും ജോസഫ് ഷംബ്രീറ്ററും പീറ്റർ ഡ്രങ്കറും ഇന്നോവേഷൻ തിയറി പുട്ട് ഫോർവേഡ് ചെയ്തു, നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. അതായത് നമ്മൾ അവസരങ്ങളും പുതിയ പുതിയ കാര്യങ്ങളും തിരിച്ചറിഞ്ഞ് അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. ഓപ്പർച്യൂണിറ്റി ബേസ്ഡ് തിയറി അവരുടെ ഒരു കൺസെപ്റ്റ് അവർ പുട്ട് ഫോർവേഡ് ചെയ്തു. പിന്നെ 2004 to 10 പുതിയ പുതിയ ടെക് ആൻഡ് ഗ്ലോബൽ കണക്ടിവിറ്റിയും അതിന്റെ പ്രോബ്ലംസും അതിന്റെ ക്രോസ് കൾച്ചറൽ കാര്യങ്ങളൊക്കെ റെക്കഗ്നൈസ് ചെയ്ത് അതിന്റെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ അവർ പറഞ്ഞു. ഇനി നമുക്ക് ചെക്ക് യുവർ പ്രോഗ്രസ് 3 നോക്കാം. മൈക്രോ ബ്രേക്ക് ഈവൻ പോയിന്റ് തിയറി മാച്ചപ്പ് നമുക്ക് നോക്കാം അല്ലെ.
മാർക്കറ്റ് ബാലൻസ് ഇതിൽ ഏതാണ് വരുന്നത്? എക്കണോമിക് തിയറി ആണോ, റിസോഴ്സ് ആണോ, സൈക്കോളജി ആണോ, സോഷ്യോളജി ആണോ, ഓപ്പർച്യൂണിറ്റി ആണോ, ഏതാ വരുന്നത്? മാർക്കറ്റ് ഇംബാലൻസ് ഓപ്പർച്യൂണിറ്റി ബേസ്ഡ് തിയറി ആണ് അല്ലേ? കാര്യം എന്താണ്? ഓൺട്രപ്രണേഴ്സ് മാർക്കറ്റ് ഐഡന്റിഫൈ ചെയ്ത്, മാർക്കറ്റ് ഗ്യാപ്പ് ഓപ്പർച്യൂണിറ്റി ഐഡന്റിഫൈ ചെയ്ത് അവിടെ അത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റണം. ഫിനാൻഷ്യൽ ഹ്യൂമൻ ക്യാപിറ്റൽ ഏത് തിയറിനെ ബേസ് ചെയ്താണ്? എക്കണോമിക് തിയറിനെ ബേസ് ചെയ്താണ് അല്ലെ? അതായത് എക്കണോമിക് കണ്ടീഷൻ മനസ്സിലാക്കി ഫിനാൻഷ്യൽ റിസോഴ്സസും സ്കിൽസും പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ഇവിടെ പറ്റണം. എക്സ്ട്രോവേഷൻ കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, എക്സ്ട്രോവേർട്ട്, ഇൻട്രോവേർട്ട്, ഓപ്പൺനെസ് കേൾക്കുമ്പോൾ അറിയാം, അത് സൈക്കോളജി ബേസ്ഡ് തിയറി തന്നെയാണ് അല്ലെ? ഓൺടർപ്രണറിന് വേണ്ട ഒരു ക്വാളിറ്റി, ഒരു ഓപ്പൺനെസ്. ഇനി പ്രൊട്ടസ്റ്റന്റ് എത്തിക്സ്, അത് സോഷ്യൽ തിയറിനെ ബേസ് ചെയ്ത അല്ലെ? അത് കറക്റ്റ് ആണ്. നമ്മുടെ കൾച്ചറൽ റീജിയണൽ വാല്യൂസ് മനസ്സിലാക്കി നമ്മൾ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. നെക്സ്റ്റ് വൺ എക്സ്പ്ലോയിറ്റിംഗ് ചേഞ്ച്, അത് ഓപ്പർച്യൂണിറ്റി ബേസ്ഡ് തിയറി തന്നെ അല്ലെ? നമ്മൾ മാർക്കറ്റ് കണ്ടീഷനും ടെക്നോളജിയും ഒക്കെ കറക്റ്റ് ആയിട്ട് സ്റ്റഡി ചെയ്ത് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് സമ്മപ്പ് ചെയ്യാം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങള്. ഓൺട്രപ്രണർ ആരാണ്, എന്താണ് ഓൺട്രപ്രണർ, ഓൺട്രപ്രണറിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തു. കീ എലമെന്റ്സ് ഓഫ് ഓൺട്രപ്രണേഴ്സ് ഏതൊക്കെയാണ്? കീ എലമെന്റ്സ് റിസ്ക് ടേക്കിങ്ങും സ്കിൽസും ഒക്കെ വേണം, ചിന്തിക്കാനുള്ള എബിലിറ്റി വേണം, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഡീറ്റെയിൽഡ് ആയിട്ട്. ഓൺട്രപ്രണർ എക്കണോമിക് ഡെവലപ്മെന്റിലെ ഒരു പാർട്ട് ആവാനായിട്ടുള്ള മേജർ റീസൺസ് എന്തൊക്കെയാണ് അത് ഡിസ്കസ് ചെയ്തു. പിന്നെ ഒരു മൾട്ടി ഡയമെൻഷണൽ ഫാക്ടേഴ്സ്, അതായത് ഡിറ്റർമിനൻസ് ഡിസ്കസ് ചെയ്തു. അത് ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഈ മൊഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഡിറ്റർമിനൻസ്. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഡിറ്റർമിനൻസ് ഉണ്ട്, അത് അതിന്റെ തിയറീസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ടേംസ് നമ്മൾ ഇവിടെ പഠിച്ചു പോകുന്നത് നമുക്ക് ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നുന്ന ടേംസിന്റെ മീനിങ് ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. ആന്ത്രോപോളജി എന്ന് പറഞ്ഞ സ്റ്റഡി ഓഫ് ഒറിജിൻ, ഈ തിയറീസിന്റെ ഒറിജിൻ എവിടെയാണെന്ന്. ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഏജ്, സെക്സ്, എഡ്യൂക്കേഷൻ, ഇൻകം, നമ്മൾ സ്റ്റഡി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫാക്ടേഴ്സ്, ഒരു മാർക്കറ്റ് സ്റ്റഡി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഫാക്ടറിനെയാണ് ഡെമോഗ്രാഫിക് ഫാക്ടർ എന്ന് പറയുന്നത്. ഇൻവിസിബിൾ എലമെന്റ്സ് ഓഫ് ലീഡർഷിപ്പ്, ഒരു ഓൺട്രപ്രണറിന് വേണ്ട ലീഡർഷിപ്പ് ക്വാളിറ്റി, ട്രസ്റ്റ്, കറേജ്, അതൊക്കെ. ലിബറലൈസേഷൻ, അതായത് ഫ്രീ ടു ട്രേഡ്, എപ്പോൾ വേണമെങ്കിലും ഏത് രാജ്യത്ത് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ട്രേഡ് ചെയ്യാനുള്ള അവസരം. പിന്നെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. ഓൺട്രപ്രണർ എന്താണ്, ഓൺട്രപ്രണർഷിപ്പിന്റെ ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട് ജൂൺ 2002 അതിന്റെ ഇമ്പോർട്ടൻസ്, ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓൺട്രപ്രണർ എന്ന് പറയുന്നത് റിസ്ക് എടുക്കുന്ന ആള്, ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കി ആ റിസ്ക് യൂട്ടിലൈസ് ചെയ്യുന്ന ആള്. ആ ഡിഫറൻസ് കറക്റ്റ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് സെഷനിൽ പഠിച്ചു പോകുന്നുണ്ട്, അത് കറക്റ്റ് ആയിട്ട് എഴുതിയ അതിന്റെ ഇമ്പോർട്ടൻസ് എഴുതുക. ഡിസ്കസ് ദ വേരിയസ് ഓൺട്രപ്രണർഷിപ്സ് ഇൻ ഡീറ്റെയിൽസ്, ടൈപ്സ് ഓഫ് ഓൺട്രപ്രണേഴ്സ്, ഏതൊക്കെയാണ് ഓൺട്രപ്രണർഷിപ്സ് അവൈലബിൾ ആയിട്ടുള്ളത്, അതിന്റെ വേരിയസ് ആസ്പെക്ട്സ് അത് എഴുതുക. വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഓൺട്രപ്രണേഴ്സ് ടു ഹാവ് എ മാനേജറൽ എബിലിറ്റി, ഒരു മാനേജറൽ എബിലിറ്റി ഉണ്ടാവാനുള്ള കാര്യം എന്താണ് അല്ലെ? നമ്മൾ ആ എലമെന്റ്സിന്റെ അകത്ത് പഠിച്ചു, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവണം എന്ന് നമ്മൾ പഠിച്ചു അല്ലെ? ആ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായാൽ ഉണ്ടാവുന്ന കാര്യം, അതിന്റെ തിയറീസും, ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ തിയറീസും ഇവിടെ എഴുതാം നമുക്ക്. പിന്നെ explain the importance of creativity in entrepreneurship, innovation, creative ഉദ്ദേശിക്കുന്ന ഇന്നോവേഷൻ. അപ്പൊ ആ ഇന്നോവേറ്റീവ് തിയറിയാണ് ഇവിടെ എഴുതേണ്ടത്. ആൻഡ് ഡിസ്കസ് ദ പ്രോസസ് ഓഫ് ടെക്നിക്സ് ഓഫ് ക്രിയേറ്റിംഗ് ഇൻ ഓൺട്രപ്രണർഷിപ്പ്, ആ ഇന്നോവേഷൻ ഉണ്ടായാൽ എന്തൊക്കെ മാറ്റങ്ങളും ആണ് ഓൺട്രപ്രണർഷിപ്പിൽ കൊണ്ടുവരാൻ പറ്റുന്നത്. ജൂൺ 25 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആ തിയറീസ് അല്ല, ആ ഇന്നോവേറ്റീവ് തിയറി അത് ഇവിടെ കോട്ട് ചെയ്ത് എഴുതാം. ജോസഫ് ഷംപ്രീറ്ററിന്റെയും ഒക്കെ കാര്യങ്ങൾ ആ ഒരു പറഞ്ഞ വേർഡിങ്സ് ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് എഴുതുവാണെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയും കാര്യങ്ങളാണുള്ളത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.